നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമനം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നടക്കും. മിനിമം +2 യോഗ്യതയുള്ളവർക്ക് ITI, ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും അവസരം. ഒറ്റത്തവണയായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആലപ്പുഴയിലെയും സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആഴ്ചതോറും നടത്തുന്ന അഭിമുഖങ്ങൾ, ജോബ് ഫെയർ എന്നിവയിൽ പങ്കെടുക്കാം. ഇതിനുള്ള സോഫ്റ്റ് സ്കിൽ കമ്പ്യൂട്ടർ പരിശീലനം ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാക്കും. യോഗ്യരായവർ റെസ്യൂം, ബയോഡാറ്റ, 250 രൂപ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവയുമായി മാർച്ച് 22 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചേർത്തല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047722300624 8304057735. 2. ആലപ്പുഴ മാവേലിക്കര ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൊഴിൽമേള ചെങ്ങന്നൂർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നടക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ 150ഓളം ഒഴിവുകളിലേക്കാണ് അവസരം. 10ാം ക്ലാസ്, +2, ITI, ഡിഗ്രി, ഡിപ്ലോമ, BTech യോഗ്യതയുള്ള 18നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. രാവിലെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. മാർച്ച് 22 ചെങ്ങന്നൂർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ. സൗജന്യ രജിസ്ട്രേഷനും ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ അറിയുന്നതിനും അപേക്ഷാ ലിങ്ക് സന്ദർശിക്കുക. 2. പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ഡിഗ്രിക്കാർക്ക് ജോലി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലേക്കുള്ള എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാം. ആകെ 51 ഒഴിവുകളുണ്ട്. പോസ്റ്റ് ഓഫീസ് ബാങ്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലായാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യതയായി ചോദിച്ചിട്ടുള്ളത്. അപേക്ഷ സംബന്ധിച്ച വിശദമായ വിജ്ഞാപനവും മറ്റ് വിവരങ്ങളും നോക്കാം. ഛത്തീസ്ഗഡ്, ആസാം, ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, കേരള, ലക്ഷദ്വീപ്, മഹാരാഷ്ട്ര, ഗോവ, നോർത്ത് ഈസ്റ്റ്, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, പുതുച്ചേരി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സ്ഥലങ്ങളിലാണ് നിയമനം. 21 വയസ്സ് മുതൽ 35 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. SC, ST, OBC, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിങ്ങനെ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 30,000 രൂപ ശമ്പളമായി ലഭിക്കും. അപേക്ഷകർ അംഗീകൃത സ്ഥാപനത്തിന് കീഴിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയാക്കിയവർ ആയിരിക്കണം. പ്രവൃത്തി പരിചയം ആവശ്യമില്ലെന്നാണ് വിജ്ഞാപനത്തിലുള്ളത്. അപേക്ഷ നൽകുന്ന ഇടത്തെ താമസക്കാർക്ക് മുൻഗണന ലഭിക്കും. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 750 രൂപ അപേക്ഷാ ഫീസുണ്ട്. SC, STക്കാർക്ക് 150 രൂപ അടച്ചാൽ മതി. താൽപ്പര്യമുള്ളവർ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. വിശദമായ വിജ്ഞാപനവും അപേക്ഷ മാതൃകയും വെബ്സൈറ്റിലുണ്ട്. തന്നിരിക്കുന്ന മാതൃകയിൽ അപേക്ഷകൾ പൂർത്തിയാക്കുക. പരമാവധി അപേക്ഷകൾ നൽകാൻ ശ്രമിക്കുക. അപേക്ഷകൾക്കായി ഈ വീഡിയോയുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന
ലിങ്കുകൾ മാത്രം ഉപയോഗപ്പെടുത്തുക. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. 3. വർക്ക് നിയർ ഹോം പ്രോജക്റ്റിൻ്റെ ഭാഗമായി KDISCൽ ജോലി അവസരങ്ങൾ. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന സർക്കാർ തലത്തിലുള്ള തന്ത്രപരമായ ചിന്താശാലയും ഉപദേശക സ്ഥാപനവും നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും പുതിയ ദിശകൾ പ്രതിഫലിപ്പിക്കുന്ന തന്ത്രപരമായ പദ്ധതികൾ രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്ന KDISCൻ്റെ വർക്ക് നിയർ ഹോം പ്രോജക്റ്റിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖേന അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ഗ്രേഡ് 1, സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് 1 തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർ CMDയുടെ ശമ്പള പട്ടികയിൽ ഉൾപ്പെടുകയും KDISCൻ്റെ വർക്ക് നിയർ ഹോം പ്രോജക്റ്റിനായി നിയോഗിക്കപ്പെടുകയും ചെയ്യും. ഉത്തരവാദിത്തങ്ങൾ: പ്രോജക്റ്റിൻ്റെ പ്രവർത്തന പങ്കാളികളെ തിരഞ്ഞെടുക്കുക, പ്രോജക്റ്റിൻ്റെ വിജയകരമായി നടത്തിപ്പിനായി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക, വ്യവസായങ്ങളുമായി സഹകരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവസരങ്ങൾ കണ്ടെത്തുക, തന്ത്രപരമായ തീരുമാനങ്ങൾക്കായി ഗവേഷണവും വിശകലനവും നടത്തുക, പ്രോജക്റ്റിൻ്റെ സമയക്രമം, ബഡ്ജറ്റ്, ഫലങ്ങൾ എന്നിവ നിരീക്ഷിക്കുക, ആന്തരിക ബാഹ്യ ടീമുകളുമായി ഏകോപനം ഉറപ്പാക്കുക, സർക്കാർ ഏജൻസികൾ, വ്യവസായങ്ങൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവയുമായി ബന്ധം വളർത്തുക, പ്രോജക്റ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുക, സ്ഥലവിനിയോഗവും സൗകര്യങ്ങളും മാനേജ് ചെയ്യുക, ധനസഹായ ഏജൻസികൾക്കുള്ള വായ്പ തിരിച്ചടവ് ഉറപ്പാക്കുക. പരിചയം: സമാന റോളിൽ കുറഞ്ഞത് 10 വർഷത്തെ പരിചയം, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ഗവേഷണം, പങ്കാളിത്ത ഏകോപനം എന്നിവയിൽ പരിചയം, മികച്ച സംഘടനാ മൾട്ടി ടാസ്കിംഗ് കഴിവുകൾ, മികച്ച എഴുത്ത്, വാക്കാലുള്ള ആശയവിനിമയ നൈപുണ്യം, ടീം നേതൃത്വത്തിൽ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ്. സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് 1 പോസ്റ്റ് ഒഴിവുകൾ 2. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BTech MBA റെഗുലർ. ശമ്പളം 90,000 തൊട്ട് 1,00,000 യോഗ്യതയും പരിചയവും അനുസരിച്ച് നിശ്ചയിക്കും. ജോലിസ്ഥലം തിരുവനന്തപുരം. പ്രായപരിധി 42 വയസ്സ്. 1/3/2025 വരെ. ഉത്തരവാദിത്തങ്ങൾ: സ്റ്റാർട്ടപ്പുകൾ, ഫ്രീലാൻസർമാർ, SMEകൾ, വലിയ സ്ഥാപനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് ക്ലയൻറ്റുകളെ കണ്ടെത്തുക. ലീഡുകളെ ദീർഘകാല അംഗങ്ങളാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ നടപ്പാക്കുക. നിലവിലുള്ള ക്ലയൻറ്റുകളുമായി ശക്തമായ ബന്ധം നിലനിർത്തുക. നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ സംഘടിപ്പിച്ച് ഇന്നോവേഷൻ ഹബ്ബായി പ്രോത്സാഹിപ്പിക്കുക. വർക്ക് നിയർ ഹോം സെൻറ്ററിൻ്റെ ഒപ്റ്റിമൽ ഉപയോഗം ഉറപ്പാക്കുക. പ്രോജക്റ്റിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിനായി വരുമാനം സൃഷ്ടിക്കുക. പരിചയം: സമാന റോളിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയം. ബിസിനസ് ഡെവലപ്മെൻറ്റ്, പങ്കാളിത്ത ഏകോപനം എന്നിവയിൽ പരിചയം. മികച്ച സംഘടന, മൾട്ടി ടാസ്കിംഗ് കഴിവുകൾ, മികച്ച എഴുത്ത്, വാക്കാലുള്ള ആശയവിനിമയ നൈപുണ്യം, വിൽപ്പനയിലും മാർക്കറ്റിങ്ങിലും മികച്ച ട്രാക്ക് റെക്കോർഡ്. സെലക്ഷൻ: അപേക്ഷകൾ പരിശോധിച്ച് യോഗ്യരായവരുടെ ലിസ്റ്റ് തയ്യാറാക്കും. എഴുത്തു പരീക്ഷ, പ്രാവീണ്യ മൂല്യനിർണ്ണയം, ഇൻ്റർവ്യൂ എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. CMDക്ക് ആവശ്യമെങ്കിൽ അധിക പ്രക്രിയകൾ നടത്താം. റിക്രൂട്ട്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രവേശനം താൽക്കാലികം മാത്രമായിരിക്കും. അപേക്ഷകളുടെ വിശദമായ പരിശോധന ഇൻ്റർവ്യൂ നിയമനത്തിനു മുമ്പ് നടത്തും. എന്തെങ്കിലും വ്യത്യാസം കണ്ടെത്തിയാൽ അപേക്ഷ നിരസിക്കപ്പെടും. പരിചയത്തിൻ്റെ പ്രസക്തി, അക്കാദമിക നേട്ടങ്ങൾ, തസ്തികയിലേക്കോ മൊത്തത്തിലുള്ള യോഗ്യത എന്നിവ അനുസരിച്ച് KDISC CMDകൾ ഷോർട്ട് ലിസ്റ്റ് പരിമിതപ്പെടുത്താം. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷകർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഫോർമാറ്റിൽ പൂരിപ്പിച്ച അപേക്ഷാ ഫോം അപ്ലോഡ് ചെയ്ത CV, യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ഏപ്രിൽ 1 വൈകിട്ട് 5 മണി.
വർക്ക് നിയർ ഹോം പ്രോജക്റ്റ് വഴി കേരളത്തിൽ നൂതനമായ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന കെ-ഡിസ്കിൽ ജോലി ചെയ്യാനുള്ള മികച്ച അവസരമാണിത്. ഉയർന്ന ശമ്പളവും നേതൃപാഠവും തെളിയിക്കാനുള്ള സാധ്യതയും ഇതിൽ ഉൾപ്പെടുന്നു. അപേക്ഷകൾ ഉടൻ തയ്യാറാക്കി ഏപ്രിൽ 1 മുമ്പ് സമർപ്പിക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. എക്സിം ബാങ്കിൽ മികച്ച അവസരം. ശമ്പളം 1 ലക്ഷം രൂപ വരെ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. മാനേജ്മെൻറ്റ് ട്രെയിനി MD, ഡെപ്യൂട്ടി മാനേജർ DM, ചീഫ് മാനേജർ CM എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം തസ്തികകൾ നികത്താനാണ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത്. ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയിലോ അതിനു മുമ്പോ ഓൺലൈൻ മോഡ് വഴി ബാങ്കിൽ ഫീസ് നിക്ഷേപിക്കുമ്പോൾ മാത്രമേ അപേക്ഷയുടെ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാകൂ. എഴുത്തു പരീക്ഷ മെയ് മാസത്തിൽ നടത്താനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ചെന്നൈ, കൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് പരീക്ഷ നടക്കുക. എന്നിരുന്നാലും ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ലഭ്യമല്ലെങ്കിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റത്തിന് വിധേയമാകും. വ്യക്തിഗത അഭിമുഖങ്ങൾ മുംബൈയിലും ന്യൂഡൽഹിയിലും മാത്രമായിട്ടായിരിക്കും നടക്കുക. മാനേജ്മെൻറ്റ് ട്രെയിനിയിൽ ആകെ 22 ഒഴിവുകളാണുള്ളത്. ഡിജിറ്റൽ ടെക്നോളജി തസ്തികയിൽ 10 ഒഴിവുകളാണുള്ളത്. റിസർച്ച് ആൻഡ് അനാലിസിസ് തസ്തികയിലും ലീഗൽ തസ്തികയിലും 5 വീതം ഒഴിവും രാജ്യഭാഷയിൽ 2 ഒഴിവുകളുമാണ് ഉള്ളത്. ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ ആകെ 5 ഒഴിവുകളാണുള്ളത്. ഇതിൽ 4 ലീഗൽ ഗ്രേഡ് സ്കെയിൽ ജൂനിയർ മാനേജ്മെൻറ്റ് തസ്തികയിലാണ്. ഡെപ്യൂട്ടി മാനേജർ, ഡെപ്യൂട്ടി കംപ്ലയൻസ് ഓഫീസർ ഗ്രേഡ് സ്കെയിൽ ജൂനിയർ മാനേജ്മെൻറ്റ് തസ്തികയിലാണ് 1 ഒഴിവുള്ളത്. ചീഫ് മാനേജർ കംപ്ലയൻസ് ഓഫീസർ ഗ്രേഡ് സ്കെയിൽ മിഡിൽ മാനേജ്മെൻറ്റ് തേർഡ് തസ്തികയിൽ ആകെ 1 ഒഴിവാണുള്ളത്. ഡെപ്യൂട്ടി മാനേജർ 1 തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 48,480 രൂപ മുതൽ 85,920 വരെ ശമ്പളം ലഭിക്കും. ചീഫ് മാനേജർ തേർഡ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 85,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ശമ്പളം. ബാങ്കിലെ 1 വർഷത്തെ പരിശീലന കാലയളവ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാനേജ്മെൻറ്റ് ട്രെയിനികളെ ജൂനിയർ മാനേജ്മെൻറ്റ് JM1 ഗ്രേഡിൽ ഡെപ്യൂട്ടി മാനേജർമാരായി നിയമിക്കും. പരിശീലന കാലയളവിൽ അവർക്ക് 65,000 രൂപ പ്രതിമാസ സ്റ്റൈഫൻഡ് ലഭിക്കും. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.